ഓണം മലയാളികളുടെ ദേശീയ ഉത്സവം. ചിങ്ങമാസത്തിൽ അത്തം മുതൽ 10 ദിവസമാണ് മലയാളികളുടെ ഓണാഘോഷം. അത്തം 10-ന് പൊന്നോണം. ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളിക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ്. മഹാബലിയുടെ വരവേൽപ്പിൻ്റെ ഓർമ്മകളാണ് ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമതഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു. ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാള ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നുവെന്നാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഉള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം. വിഷ്ണു ഭക്തനും പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ പുത്രനും അസുര ചക്രവർത്തിയുമാണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായ മഹാബലി. നീതിമാനും ദാനശീലനുമായ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു. കള്ളമില്ല, ചതിയില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യസമൃദ്ധമായ രാജ്യം. നീതിമാനായ മഹാബലിയുടെ കീർത്തി വിശ്വമാകെ പടർന്നു. ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി. അശ്വമേധങ്ങളിലൂടെ ശക്തനായ മഹാബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു. മഹാബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു ഒരുങ്ങി. വിശ്വം ജയിക്കാൻ വിശ്വജിത് യാഗം തുടങ്ങുന്നു മഹാബലി. മഹാവിഷ്ണു ബ്രാഹ്മണകുമാരനായ വാമനനായി മഹാബലിക്ക് മുന്നിലെത്തി. 3 കാലടി മണ്ണ് ദാനം ചോദിക്കുന്നു. ദാനശീലനായ മഹാബലി സമ്മതം മൂളുന്നു. പെട്ടെന്ന് ഉടൽ വിശ്വത്തോളം വളർന്ന വാമനൻ 2 കാലടി വെച്ച് പ്രപഞ്ചം മുഴുവൻ അളന്നു. 3ാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു. വിഷ്ണു അവതാരമാണ് വാമനൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. വാമനൻ മഹാബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഇതെന്നാണ് മലയാളിയുടെ ഐതിഹ്യം. ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണണമെന്ന് മഹാബലി മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ മാവേലി മലയാളിയെ കാണാൻ തിരുവോണത്തിന് എത്തുന്നു. മഹോത്സവമായ ഓണത്തിൻ്റെ നായകനായി മാവേലി. അത്തം മുതൽ 10 ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടിയെന്നാണ് ഐതിഹ്യം. വാമനൻ അങ്ങനെ കാൽ വെച്ച സ്ഥലമായതുകൊണ്ട് തൃക്കാൽക്കരയായി. അത് പിന്നീട് തൃക്കാക്കരയുമായി. വാമനാവതാരവുമായി ബന്ധപ്പെട്ട ഈ കഥയെ ഓണവുമായി നമ്മുടെ ഐതിഹ്യമായി ബന്ധപ്പെടുത്താവുന്നതാണ്.